Hi, our today's topic is AR and MR curves, that is average and marginal revenue curves. So last class we have studied about what is perfect competition and what are the features of the perfect competition, and this we should know what is the meaning of market demand curve and average revenue curve and marginal revenue curve. നമുക്ക് അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Average revenue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the total revenue divided by the number of units sold. അതായത് ഒരു ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു ഫേമിനോ ടോട്ടൽ റവന്യൂ കിട്ടുമല്ലോ, ടോട്ടലായിട്ട് കിട്ടുന്ന റവന്യൂവിനെ എന്ത് ചെയ്യുന്നു, എത്ര യൂണിറ്റ് വിറ്റു അല്ലെങ്കിൽ സെല് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. നമുക്കിപ്പോൾ ടോട്ടൽ റവന്യൂ ഉണ്ടാവുമല്ലോ, ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ resulting from the sale of an additional unit of output. Total revenue 1000 units ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ change in total revenue by selling an additional unit of output sold. Additional ആയിട്ട് നമ്മൾ എത്ര ഔട്ട്പുട്ട് സെല് ചെയ്തു അതിൽ നിന്ന് കിട്ടുന്ന ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ, മാർജിനൽ റവന്യൂ. മാർജിനൽ മീൻസ് അഡീഷൻ ആണ്. അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക, ചേർത്ത് കൊടുക്കൂലേ, ഒന്നുണ്ടായിട്ട് അതിന്റെ മേലെ വേറെ ഒന്ന് ചേർക്കുന്നതിനാണ്. ഇപ്പൊ 10 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ മേലെ 2 യൂണിറ്റ് ചേർക്കുമ്പോൾ 12 യൂണിറ്റ് ആവും. അതുപോലെ 12 യൂണിറ്റ് ആണ് ടോട്ടൽ റവന്യൂ എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 4 യൂണിറ്റ് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ 5 യൂണിറ്റ് ചേർക്കുമ്പോൾ അതിന്റെ ഡിവിഷൻ ലൈക്ക് ടോട്ടൽ റവന്യൂവിൽ ഡിവിഷൻ മാറ്റം വരും. അതാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A competitive market is characterized by large number of firms selling the same product. We last class നമ്മൾ നോക്കിയതാണ്. Each firm supplies only a small fraction of the entire industry output. ഇങ്ങനെയാണ് ഓരോ ഫേമും വളരെ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് entire ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് സെല് ചെയ്യുന്നുള്ളൂ. The market price of the product is determined by the intersection of the total market supply of and demand for the product. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക? It is determined by the intersection of the total market supply of and demand of the product. നമ്മളുടെ ടോട്ടൽ മാർക്കറ്റും ഡിമാൻഡും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. In a perfect competition, a firm can sell its entire output at the prevailing market price. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പ്രിവെയിൽ ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസിൽ മാത്രമേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് ഫേം ഇസ് എ പ്രൈസ് ടേക്കർ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കർ ആണ്. ഏതൊക്കെ പ്രൈസ് അവൈലബിൾ ആണ് അതിനെ ടേക്ക് ചെയ്യുന്ന ആളെയാണ് പ്രൈസ് ടേക്കർ എന്ന് പറയുക. ഈച്ച് ഫേം ഫേസസ് എ ഡിമാൻഡ് കർവ് ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ് ഇവിടെ വരിക. Because variations in the firm's output have no, നിങ്ങൾക്ക് അറിയാലേ ഹൊറിസോണ്ടൽ ഷേപ്പ് വെർട്ടിക്കൽ ഷേപ്പ് എല്ലാം അറിയാൻ പറ്റും. സോ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. ഒരുപാട് എനിക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല. സോ യു ഹാവ് ടു സീ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വാട്ട് ഈസ് vertical, because variations in the firm's output have no effect on price. ഫേംസിന്റെ ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് ഇൻ ഫേംസ് ഔട്ട്പുട്ട് ഹാവ് നോ ഇഫക്റ്റ്, ബിക്കോസ് പ്രൈസ് ടേക്കർ ആണ്. എന്ത് പ്രൈസ് വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് വലിയ റോളൊന്നുമില്ല പ്രൈസിന്റെ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേഞ്ചസ് വരുത്താനുള്ളത് ആർക്ക്, ഫേംസിന്. The demand curve is shown in the following figure. ഇതാണ് ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. The assumption of the horizontal demand curve in perfect competition does not mean that the price never changes. It simply means that the single firm cannot affect market price. ഒറ്റൊരു ഫേമിന് മാർക്കറ്റ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. The price may vary from time to time, but not because of changes in the amount sold by one firm. പ്രൈസ് എപ്പോഴും എന്താവും, പ്രൈസ് മേ വേരി ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈം അനുസരിച്ചിട്ടും പ്രൈസ് ചേഞ്ചസ് വരും, ബട്ട് നോട്ട് ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ എമൗണ്ട് സോൾഡ് ബൈ വൺ ഫേം. ഒരു ഫേം അവരുടെ അവരുടെ വിൽക്കുന്ന കമ്മോഡിറ്റിയുടെ എമൗണ്ട് അനുസരിച്ചിട്ടല്ല പ്രൈസ് മാറുന്നത്. പ്രൈസ് ഓൾറെഡി പ്രിവൈലിംഗ് ഇൻ ദ മാർക്കറ്റ്. ആ പ്രൈസിനെ ആരെ ആക്സെപ്റ്റ് ചെയ്യാണ്, ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഇൻ ദ മാർക്കറ്റ്. അല്ലെ, ഒരു ഫേമിന് പ്രത്യേകിച്ച് ഒരു പ്രൈസിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ഫേം ഇസ് നോട്ട് എ പ്രൈസ് മേക്കർ, ബട്ട് ഇറ്റ്സ് എ പ്രൈസ് ടേക്കർ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. So you can see this diagram here. OX axis is there, OY axis is there. Here you can show that the quantity demanded in the commodity and price of the commodity, and this curve shows AR curve. AR is equal to MR is equal to P is equal to demand curve ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ.
Average curve ഞാൻ already പറഞ്ഞു, it is the total revenue divided by the number of units sold. Thus, average revenue is the price of the commodity. Since price is constant in perfect competition, the average revenue of the firm must have the same as price. Average revenue constant ആയിട്ട് വരുന്നതിന്റെ കാരണം എന്താണ്? അതിന് വലിയ റോളൊന്നുമില്ല പ്രൈസ് ചേഞ്ചസ് വരുത്താനായിട്ട്. ബിക്കോസ് എന്താണ് പ്രൈസ് അവിടെ ഉള്ളത്? The same prices will be accepted by all in the industry. Thus, average revenue curve will coincide with the demand curve. Marginal revenue is a change in the total revenue resulting from the sale of an additional unit of output. Since an additional unit is sold at the same price in perfect competition, the marginal revenue is equal to the price. Additional revenue allam same price ആണ് perfect competition. So, marginal revenue is equal to marginal revenue price ന് equal ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോളൂ, നമ്മൾ കണ്ടില്ലേ, average revenue is equal to marginal revenue is equal to price is equal to demand. ഇതെല്ലാം ഒരേപോലെയാണ് ഇവിടെ, because firm is a price taker in the economy. കേട്ടോ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദ മാർക്കറ്റ് പീരീഡ്. എങ്ങനെയാണ് മാർക്കറ്റ് പീരീഡിനകത്ത് പ്രൈസ് ഡിറ്റർമിനേഷൻ? ഇത് വളരെ സിമ്പിൾ ആണ്. പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ intersection of this demand and supply. You know that what this is the shape of the supply curve, and this is the shape of the demand curve, and this is the price line. I'll just explain about it. The market price of or the very short term refers to the period of the time in which the supply of a commodity. I hope you know the supply, meaning of supply, demand, price and all. അല്ലേ, പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടാവും എന്താണ് പ്രൈസ്, എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ എന്നുള്ളതൊക്കെ അറിയാലോ അല്ലേ. ടൈപ്പ് ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ, ടൈപ്പ് ഓഫ് സപ്ലൈ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. That's why I am not explain it again. The market period of or the very short run refers to the period of time in which the supply of a commodity is completely fixed because no input can be changed. Supply of the commodity is completely fixed ആണ്, because എന്താണ്, no input can be changed. Each firm has a fixed stock of commodity on one hand and total stock in the market is also fixed. അതുകൊണ്ട് തന്നെയാണ് ഹോമോജിനസ് കമ്മോഡിറ്റി ഇവിടെ വരുന്നത്. പ്രൈസിൽ വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. കമ്മോഡിറ്റി എല്ലാം സപ്ലൈ എല്ലാം ഫിക്സഡ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാവുക, അല്ലാതെ ഏത് നേരം സപ്ലൈ ചേഞ്ച് ഒന്നും ചെയ്യണില്ല. ബിക്കോസ് എന്താണ്, അവിടെ വലിയ കമ്മോഡിറ്റികൾ ഇല്ലല്ലോ, ഒറ്റ സിംഗിൾ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഹോമോജിനസ് കമ്മോഡിറ്റി ഉള്ളതുകൊണ്ട് എല്ലാം ഒരു കോൺസ്റ്റന്റ് നേച്ചറിലാണ് വരുന്നത്. In a perfectly competitive market, price is determined by the interaction of the market demand and market supply. In the market period, since the entire stock of the commodity is offered for sale at once, the supply curve of the commodity is a vertical line. This is the line of the supply curve. Because quantity is given, the equilibrium price is determined by the level on the demand. The higher the level of demand, the higher the price, and vice versa. And ഹയർ നമ്മൾ പഠിച്ചല്ലോ, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഹയർ ദ ഡിമാൻഡ് ഹയർ ദ പ്രൈസ് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യം. In the following figure, the intersection of the market demand curve D with D1. ഇവിടെ 3 ഡിമാൻഡ് കർവ് ആണ്, D1, D2. ഡിമാൻഡ് കർവ് കൂടുന്നത് D2, ഡിമാൻഡ് കർവ് കുറയുന്നത് D3. എങ്ങനെയാണ്? ഇത് സപ്ലൈ കർവ് ആണ്. OX ആക്സിസിനകത്ത് ക്വാണ്ടിറ്റി, OY ആക്സിസിനകത്ത് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. In the following figure, the intersection of the market demand curve D1, this one D1, with perfectly elastic supply curve, this supply curve determine the price P1. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൈസ് ലെവല് P1 ആയിട്ട് വരുന്നു, P1 എന്ന ലെവലിലോട്ട് വരുന്നു. Where the total quantity demanded equal the total quantity supplied. അറിയാലോ, ഈ ഡിമാൻഡ് കർവ് ഇൻക്രീസ്ഡ് ഫ്രം D1 to D2, D1 to ഈ D1ൽ നിന്ന് D2ലോട്ട് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ the new intersection would be at the price level. ന്യൂ ഇന്റർസെക്ഷൻ ഇവിടെയാണ് വരുന്നത്, അത് പ്രൈസ് ലെവൽ P2 ആണ്. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എങ്കിൽ ഇത് P2 ആണ്. At higher price there will be unsold quantities and this will cause the price to fall to the equilibrium level. അല്ലേ, ഹയർ പ്രൈസിൽ എന്താണ്? അൺസോൾഡ്. ഒരുപാട് പ്രൈസ് കൂടുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഒരുപാട് കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പൊ എന്തുണ്ട്? അൺസോൾഡ് കമ്മോഡിറ്റീസ് മാർക്കറ്റിനകത്ത് ഉണ്ടാവും. ഈ ഡിമാൻഡ് കർവ് ഡിക്രീസ്ഡ് ഫ്രം D1 to ഈ D1 ന്ന് ഏതിലോട്ട് D3ലോട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് കുഡ് ഡിക്ലൈൻ ടു P3. ഈ ഇന്റർസെക്ഷൻ പോയിന്റ് സപ്ലൈ ആയിട്ട് ഈ ഡിമാൻഡ് ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റിനകത്ത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. പ്രൈസിന് എന്ത് പറ്റും? പ്രൈസ് കുറയും അല്ലേ. At lower prices, since the quantity demanded exceeds the quantity
supply, competition among the buyers and sellers will rise. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദ മാർക്കറ്റ് പീരീഡിനകത്ത് പറയുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ. ഇവിടെ നമുക്ക് സപ്ലൈ കർവ് ഉണ്ട്. OX ആക്സിസിനകത്ത് ക്വാണ്ടിറ്റി, OY ആക്സിസിനകത്ത് പ്രൈസ് പറയുന്ന ഇത് വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് സപ്ലൈ കർവ്, ഹൊറിസോണ്ടൽ നോട്ട്, ദിസ് ഇസ് ഡിമാൻഡ് കർവ് D1, D2, D3. D1ൽ നിന്ന് D1 ഡിമാൻഡ് കർവ് ആയിരിക്കുന്ന സമയത്ത് D1 സപ്ലൈ കർവുമായി ഇന്റർസെക്ട് ചെയ്തപ്പോൾ പ്രൈസ് ലൈൻ ഏതായി? P1 ആയി അല്ലെ. പിന്നെ ഡിമാൻഡ് കർവ് കൂടി, D1ൽ നിന്ന് D2 കൂടിയപ്പോൾ എന്താവുന്നു? പ്രൈസ് P2 ആയിട്ട് കുറഞ്ഞു. ദെൻ ഡിമാൻഡ് കർവ് D1ൽ നിന്ന് D3 ആയിട്ട് കുറഞ്ഞപ്പോൾ പ്രൈസ് P3 ആയിട്ട് കുറഞ്ഞു. P2 ആയിട്ട് കൂടി, P3 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ആ സമയത്ത് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാനായിട്ട് വരും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി നോക്കിയത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ്, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ കർവ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദ മാർക്കറ്റ് പീരീഡ്. ഓക്കെ, താങ്ക് യു.